ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലിഷ് ടൈം. നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒനിയൻ പറാത്തയാണ് ഉണ്ടാക്കുന്നത്. ഡിന്നർ സ്പെഷ്യലാണ്. ഡിന്നറിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന്, കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ലതായിട്ട് റോൾ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒനിയൻ പറാത്ത നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ആട്ട മാവാണ് എടുത്തിരിക്കുന്നത്, ഗോതമ്പ് പൊടി. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇത് വാടി വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ പൊടികൾ കരിയാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒനിയൻ പറാത്ത ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും ക്യാരറ്റ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ചിക്കൻ്റെ പീസസൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് ഞാനൊരു 8 ഒനിയൻ പറാത്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു അനുസരിച്ചിട്ട് ഉരുളകളാക്കുക. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളകളാണ്. നമ്മൾ ചപ്പാത്തിക്ക് ഉരുട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ഉരുളകൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ചപ്പാത്തി കല്ലിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉരുളയ്ക്ക് കുറച്ച് വലുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ സാധിക്കും. കുറച്ച് അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെ പരത്തുന്നതായിരിക്കും നല്ലത്. ഇതല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് പൊടികളൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കല്ല് ഒട്ടി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊടികളിങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യമേ 2 സൈഡും മടക്കുക. ഒരു ബോക്സ് പോലെ ആക്കുക. 2 സൈഡും മടക്കിയതിന് ശേഷം മുകളിൽ നിന്നും താഴെ നിന്നും ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പൊടിയും കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. 2 വശവും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ മസാലയൊക്കെ പുറത്തോട്ടൊന്ന് വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കണ്ടോ. ഇതേപോലെ വരത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതിയാവും. ഈ ഒരു വലുപ്പം മതി. ഇതേപോലെ ബാക്കിയുള്ള ഉരുളകളെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ 8 പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവ വയ്ക്കുക. അതിലേക്ക് ആദ്യമേ തന്നെ ഇതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോ എണ്ണയോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ടേസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ ആകുമ്പോൾ നെയ്യോ ബട്ടറൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. എണ്ണയൊന്നും ചേർത്തില്ലെങ്കിൽ നമുക്ക് ചുക്ക പോലെ എടുത്തു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 2 സൈഡും നമ്മൾ ഇതേപോലെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ വശവും നന്നായിട്ടൊന്ന് മൂത്ത് വരും. ഇങ്ങനെ ഒരു 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബട്ടറോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വശം നന്നായിട്ട് നല്ലൊരു മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും ഇതേപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതേപോലെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു സൈഡ് ഡിഷിന് പോകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല എളുപ്പമാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. ചൂടോടുകൂടി കഴിക്കുക. അല്ല തണുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും അത് മാത്രം മതിയാവും. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.